എല്ലാവർക്കും നമസ്കാരം. എസ് ബി നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 3 തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട്. റിക്രൂട്ട്മെന്റിലേക്ക് 40 ലക്ഷത്തിൽ അധികം സാലറിയാണ് വർഷം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 2/12/2025 മുതൽ 23/12/2025 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വന്നിരിക്കുന്ന പോസ്റ്റുകൾ 3 പോസ്റ്റുകളാണ്. കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. ഒന്നാമത്തെ VP വെൽത്ത് SRM സീനിയർ റിലേഷൻ മാനേജറാണ്, 506 വേക്കൻസി. AVP വെൽത്ത് RM റിലേഷൻ മാനേജറാണ്, 206 വേക്കൻസി ഉണ്ട്. കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആണ് അടുത്തത്, 284 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ റിക്രൂട്ട്മെന്റിലേക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെൽത്ത് SRMലേക്ക് 66 വേക്കൻസി, വെൽത്ത് RM-ലേക്ക് 11 വേക്കൻസി, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് 35 വേക്കൻസിയാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് VP വെൽത്ത് SRM-ലേക്ക് CTC ഒരു വർഷത്തേക്കുള്ള സാലറി 44.7 ലക്ഷം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. AVP-ലേക്ക് 30.20 ലാക്സ് പെർ ആനം ഒരു വർഷത്തിൽ 30.20 ലക്ഷം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് 6.20 ലക്ഷം രൂപയാണ് ഒരു വർഷം സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 5 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ്. പിന്നീട് 4 വർഷത്തെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും, പെർഫോമൻസ് ബേസിസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യത്തേത് VP വെൽത്ത് SRM-ലേക്കാണെങ്കിൽ ഗ്രാജുവേഷനാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, കൂടാതെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്തത് AVP വെൽത്ത് RM-ലേക്ക് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ, കൂടാതെ 3 വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത പോസ്റ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആണ്, ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. താങ്ക്